ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നോമ്പിനൊക്കെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നോമ്പ് കാലത്ത് എല്ലായിടത്തും സമൂസയ്ക്കൊക്കെ വേണ്ടി ഇറച്ചി വേവിച്ച ബാക്കി സ്റ്റോക്ക് ഉണ്ടാകും. അതിനോട് കൂടി കുറച്ച് പച്ചക്കറികൾ കൂടി ചേർത്തിട്ട് ഞാനിവിടെ ഒരു സൂപ്പ് ഉണ്ടാക്കുകയാണ്. ആദ്യം നമുക്കൊരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചെറുതായി മുറിച്ച ചെറിയുള്ളി ചേർത്ത് മൂത്ത് വരുന്നപ്പോൾ ക്യാബേജ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ക്യാബേജ് ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ 3 നിറത്തിലുള്ള ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഞാൻ മീറ്റ് സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇറച്ചി വേവിച്ച വെള്ളം കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടിയും ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഓഫാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ കറിവേപ്പിലയോ മല്ലിയിലയോ അത് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നല്ല ഫ്രഷായ കരിവേപ്പില കിട്ടിയപ്പം അത് ഒന്ന് ചട്ടിയിൽ വറുത്തെടുത്തിട്ട് അപ്പോൾ ഉണങ്ങി കിട്ടും, അങ്ങനെ വെച്ചതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. കുരുയില്ലാതെ പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് സൂപ്പിന് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പീസ് അവിടെ കോരി വെക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ്. ഇനി നിങ്ങൾ മിക്സിയിലാണ് ഇത് അരച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം അരച്ചാൽ മതി കേട്ടോ. ഹാൻഡ് ബ്ലെൻഡർ ആകുമ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അരച്ചെടുത്ത് കഴിഞ്ഞതിന് ഞാനൊരു സൂപ്പ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ കഴിക്കുമ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് ചവച്ച് കടിക്കാനുള്ളൊരു പീസ് എന്ന നിലയ്ക്ക് ഇട്ട് കൊടുത്തതാണ്. ഇനി ഇറച്ചി വേവിച്ചതുണ്ടെങ്കിൽ ആ കഷ്ണങ്ങളും നിങ്ങൾക്ക് ഇതിലേക്ക് പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ശരിക്കൊരു എന്താ പറയുക, ലെൻറ്റിൽ സൂപ്പ് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് പരിപ്പൊന്നും ചേർത്തിട്ടില്ല, എന്നാലും നമുക്ക് കഴിയുമ്പോൾ പരിപ്പിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. മുൻപ് ഞങ്ങൾക്ക് റംസാനിന് അറബിക് ഫുഡ് കിട്ടുമായിരുന്നു മാനേജറുടെ വീട്ടിൽ നിന്ന്. ആ സമയത്ത് അവരൊരു പരിപ്പ് സൂപ്പ് തരും. അതേ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. ഞാനിത് ഇശാക്ക് ശേഷമായിട്ടാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി സാധാരണ തരിക്കഞ്ഞി അല്ലെങ്കിൽ ജീരകക്കഞ്ഞിയൊക്കെ കുടിക്കുന്നതിന് പകരം ഇത് കഴിക്കാമെന്ന്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. മുൻപ് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു പാളിപ്പോയ ഒരു സൂപ്പ് റെസിപ്പി എന്ന്. അപ്പോൾ ആ ഒരു ഖേദം ഇതുണ്ടാക്കിയപ്പോൾ മാറി. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.